ഇനി ഇതിനകത്തുള്ള രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് ഇതിൻ്റെ നിയമവശം, മറ്റൊന്ന് രാഷ്ട്രീയ വശം. നിയമവശം സംസാരിക്കാനുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഡേ എന്നാണ്. ഇനി ഈ കേസ് എന്നത്തേക്കാണ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? 3 ഇത് എത്ര മണിക്കായിരിക്കും? 4 ഇനി വീണ്ടും സെൻസർ ബോർഡിൻ്റെ വാദങ്ങൾ കേൾക്കാൻ റെഡി ആയിരിക്കുമോ? 5 ഇനി പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്തെങ്കിലും പറയാനുള്ള ഡിവിഷൻ ബെഞ്ച് കേൾക്കുമോ? 6 ഇനി മറ്റൊരു ഹിയറിംഗ് ഉണ്ടാകുമോ? 7 ഇനി ഹിയറിംഗ് ഉണ്ടാകുമെങ്കിൽ തന്നെ അത് വിധി പറയാൻ വേണ്ടി മാത്രമായിരിക്കും? 8 ഇനി ഡിവിഷൻ ബെഞ്ച് ഇത് സുപ്രീം കോടതിയിലേക്ക് നീക്കുമോ? 9 ഇനി അഥവാ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും വിധി വരാതെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെങ്കിൽ അത് ആദ്യം നീങ്ങുന്നത് സെൻസർ ബോർഡാണോ? 10 സെൻസർ ബോർഡിൽ നിന്നും ഒരു കൃത്യമായ നിലപാട് കിട്ടാത്തത് കൊണ്ടും ഡിവിഷൻ ബെഞ്ച് ഈ കേസ് തള്ളുകയാണെങ്കിൽ സുപ്രീം കോടതിയെ വീണ്ടും പ്രൊഡക്ഷൻ കമ്പനി നേരിടുമോ? 10 11 സെൻസർ ബോർഡും പ്രൊഡക്ഷൻ കമ്പനി തമ്മിലുള്ള ഡിവിഷൻ ബെഞ്ചിലെ ഈ പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാകുമോ? 12 ഡിവിഷൻ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻസർ ബോർഡിന് അനുകൂലമല്ലെങ്കിൽ സെൻസർ ബോർഡ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമോ? 13 ഇനി ഡിവിഷൻ ബെഞ്ച് പറയുന്ന വിധി പ്രൊഡക്ഷൻ കമ്പനിക്ക് വിപരീതമാണെങ്കിൽ, അതായത് സെൻസർ ബോർഡിന് അനുകൂലമാണെങ്കിൽ സ്വാഭാവികമായിട്ടും സിനിമാ കമ്പനി ഇനി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകും. അതാണ് 13. 14 ഇനി സുപ്രീം കോടതിയിലേക്ക് പോയതിനു ശേഷം സുപ്രീം കോടതി ഈ കേസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 15 ഇനി അഥവാ ഏറ്റവും വേഗം സുപ്രീം കോടതി ഇത് ലിസ്റ്റ് ചെയ്താൽ തന്നെ അതിന് വിധി വരാൻ ഇനി എത്ര നാളുകൾ എടുക്കും? 16 ഇനി അഥവാ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞതിന് ശേഷം അത് എത്ര നാൾക്കായിരിക്കും, എന്നായിരിക്കും, ഏത് മാസമായിരിക്കും, ഏത് ദിവസമായിരിക്കും? 17 തമിഴ്നാട്ടിൽ ഇലക്ഷൻ സംഭവിക്കാൻ പോവുകയാണ്. ഇലക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ജനനായകൻ പെട്ടിയിലിരിക്കേണ്ടി വരും. കാരണം വിജയ് കാൻഡിഡേറ്റ് ആണ്. ഇലക്ഷൻ കമ്മീഷന്റെ നിയമപ്രകാരം ഒരു തരത്തിലും കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവോൾവിംഗ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ജനനായകൻ. 18 ഇനി അങ്ങനെ നിൽക്കാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസിലേക്ക് പോകുമോ? 19 ഏറ്റവും സുപ്രധാനമായ 19ാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. ഈ സിനിമ വിധി എല്ലാം കൂടി കൂട്ടിയും കഴിച്ചും വിജയുടെ തീരുമാനം ഇനി അതിലേക്ക് തന്നെ നീങ്ങും. അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ എണ്ണിയാൽ തീരാത്ത, ഞാൻ 19 ചുരുക്കിയെന്നേ ഉള്ളൂ. ഈ 19 സംഭവങ്ങളെക്കാൾ കൂടുതൽ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയില്ല. ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് നിയമ സംവിധാനത്തിൽ പെടുന്ന കുരുക്ക്. ഇതാണ് നിയമവശം. രാഷ്ട്രീയ വശം. TVK സംബന്ധിച്ചിടത്തോളം TVKയുടെ അധ്യക്ഷനായ വിജയ് ഇപ്പോൾ CBIയിൽ പോയിട്ട് CBIയുടെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരുക്കൾ നീക്കുകയാണ്. 2026 തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കാൻ ഇനി വെറും 3-4 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മാസങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഈ സിനിമ അദ്ദേഹത്തിന് കൊണ്ടുവരണം. ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയായിരിക്കും, TVKയുമായി ബന്ധപ്പെട്ട സിനിമകളായിരിക്കും എന്നുള്ളത് വിജയ് ആരാധകർക്ക് മാത്രമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിന് മുഴുവൻ അറിയാം. അത് ഭയക്കുന്നുണ്ടോ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ? പേടിക്കേണ്ട. DMK, BJP, ADMK ഉൾപ്പെടെ പാർട്ടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഭയപ്പെടുന്നുണ്ടോ ഈ സിനിമ എന്നുള്ളതാണ് രാഷ്ട്രീയ വശം. അത് ഈ നിയമവശമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ അല്ലാണ്ട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന്, വിജയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്, രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയാണ്? കാരണം വിജയ് ഇത് കൃത്യമായി പ്ലാൻ ചെയ്തതാണ്. ജനനായകൻ ജനുവരി 9 റിലീസ് ചെയ്തതിന് ശേഷം ഇനി ഈ സിനിമയുടെ പോക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പോക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു അലയൻസ് എന്ന രീതിയിൽ തന്നെ TVK പ്ലസ് ജനനായകനാണ് അലയൻസ്. അല്ല TVK പ്ലസ് BJPയോ TVK പ്ലസ് കോൺഗ്രസോ TVK പ്ലസ് ADMK ഇതൊന്നും അല്ല അലയൻസ്. TVK പ്ലസ് ജനനായകനാണ് അലയൻസ്. ജനനായകൻ റിലീസ് ചെയ്യുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് TVKക്ക് ഉണ്ടാക്കാൻ സാധിച്ച് തമിഴ്നാട് ഇലക്ഷനിൽ 2026 TVKക്ക് ഒരു വലിയ വിജയം സ്വന്തമാക്കുക എന്നതായിരുന്നു വിജയുടെ ലക്ഷ്യം. പക്ഷേ ഇതാ ജനനായകൻ ഇങ്ങനെ നിൽക്കുകയാണ്. ജനനായകൻ ഇങ്ങനെ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ത്രാസിൽ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു മറുപടിയും കിട്ടുന്നില്ല. എന്താണെന്ന് അവസ്ഥ അറിയില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴേക്കും തമിഴ്നാട് ഇലക്ഷൻ വിജയ് എങ്ങനെ നേരിടും? എന്താണ് ഉദ്ദേശം? ആ ഉദ്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടിയായിരുന്നു ജനനായകൻ. അതുകൊണ്ടാണ് വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണെന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് കൂടി ഇറക്കിക്കൊണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കരുനീക്കലുമായി വിജയ് മുന്നോട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് വിജയ് ഈ സിനിമ സംഭാഷണങ്ങൾ ഉൾപ്പെടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ സിനിമയ്ക്കകത്തുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ട്രെയിലറിൽ തന്നെ അത് വ്യക്തവുമാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പോലും TVKക്ക് ഇതിനകത്ത് വലിയ പ്രതിസന്ധികളുണ്ട്. വിജയ്ക്കൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സിനിമയെ വേണം ഇത് കാണാൻ. അപ്പോൾ അതൊരു വലിയ പ്രശ്നവും കൂടിയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അതിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇങ്ങനത്തെ 2 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനനായകൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന വിജയ് ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾ ആ എണ്ണയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ കണ്ണൊക്കെ ഒന്ന് കഴുകി നിങ്ങൾ മുഖമൊക്കെ ഒന്ന് തുടച്ച് നിങ്ങൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യും. കാരണം ഇപ്പോഴൊന്നും ആ സിനിമ വരില്ല. കാരണം വന്നാൽ തന്നെ അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകും.